ഉറ്റ സുഹൃത്തുക്കളായ 16 വയസ്സുള്ള 3 പെൺപൂക്കൾ കുഴിഞ്ഞു വീണിരിക്കുകയാണ്. ആകസ്മികമായ ഈ നിര്യാണത്തിൽ ജനങ്ങളും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം കണ്ണീരണിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയണമെന്നോ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ ഇവർക്ക് ആർക്കും അറിയില്ല. 16 വർഷമായി ഉറ്റ കൂട്ടുകാരായിരുന്ന ഇവർക്ക് മരണത്തിലും അന്ത്യവിശ്രമം ഒരുക്കുന്നത് ഒരുമിച്ച് തന്നെയാണ്. അടുത്തടുത്തായിട്ടാണ് 3 പേരും അവസാന ഉറക്കത്തിലേക്ക് പോകുന്നത്. ആൻ ഗ്രേസും അലീന മോളും എറിനും ഇനി തൊട്ടടുത്തടുത്തായി അന്ത്യവിശ്രമം കൊള്ളും. നാട്ടുകാർ എല്ലാവരും തന്നെ ഇവരെക്കുറിച്ച് പറയാൻ നല്ല നല്ല കാര്യങ്ങൾ മാത്രമാണ്. പൂമ്പാറ്റകളെ പോലെ പാറി നടന്ന 3 പെൺകുട്ടികൾ ആകസ്മികമായി കൊഴിഞ്ഞു വീണപ്പോൾ അണിയാനല്ലാതെ നാട്ടുകാർക്ക് ഒന്നും ആകുന്നില്ല. ഈ 3 കൂട്ടുകാരികളെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് നാട്ടുകാരൻ. ചേട്ടാ, ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്താണ്? കുഞ്ഞുങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം. അവർ ഡെയിലി പള്ളിയിലേക്ക് വരുന്നു. പള്ളിയുടെ കാര്യങ്ങൾക്കൊക്കെ മുൻഗണനയുള്ള ആൾക്കാരാണ്. നല്ല സ്വഭാവമാണ്. അവരെ കുറിച്ച് ഒന്നും പറയാലേ ഞങ്ങൾക്ക്. നല്ല കുട്ടികളാണ്. ഈ മരണം ഉൾക്കൊള്ളാൻ ആകാത്ത ഞങ്ങൾക്ക് ആകില്ല എന്ന് വെച്ചാൽ അത് ഒരുപാട് വിഷമമുണ്ട് ഞങ്ങൾക്ക്. 3 ദിവസമായിട്ട് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും സങ്കടത്തിൽ തന്നെയാണ്. തീർച്ചയായും 3 ദിവസങ്ങളിലായി സങ്കട കണ്ണീരിലാണ് ഈ നാടും നാട്ടുകാരും. കാരണം അലീനയുടെ മരണം നടന്ന പള്ളിയിലെത്തി അലീനയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ആൻ ഗ്രേസിൻ്റെയും സംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കേണ്ടി വന്ന ഒരു ജനതയുടെ കണ്ണീര്. അതിന് അടുത്ത ദിവസം തന്നെയാണ് എറിൻ മോളുടെയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ഇവർ തന്നെ എത്തുന്നത്. 3 പെൺകുട്ടികളുടെ മരണം ഈ നാടിന് ഏൽപ്പിച്ച ആഘാതം ചെറുതൊന്നുമല്ല. ഈ 3 ദിവസമായി ഇവിടുത്തെ ജനങ്ങൾ ഈ സിമിത്തേരിയിൽ തന്നെയാണ്. എല്ലാ മറ്റേ മന്ത്രിമാരും കളക്ടറും എല്ലാവരും എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെന്നിത്തല പ്രതിപക്ഷ നേതാവും എല്ലാവരും അവരൊക്കെ വന്നിട്ട് ഇതിനൊക്കെ സഹകരിക്കും, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാവർക്കും വളരെ നന്ദി. 3 ദിവസങ്ങളിലായി അടുത്തടുത്ത ദിവസങ്ങളിലായി ഈ നാട്ടുകാരും ഇടവക ജനങ്ങൾ എല്ലാവരും തന്നെ ഈ പള്ളിയിലാണ്. ഒരിക്കലും ഇവർക്ക് ഈ മരണം ഉൾക്കൊള്ളാൻ ആവാതിരിക്കുകയാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറുപ്പകാലം തൊട്ട് തന്നെ ഒന്നിച്ച് കളിച്ച് ചിരിച്ച് നടന്ന ഈ 3 പേരും മരണത്തിലും ഇവിടെ ഒന്നിക്കുകയാണ്. 3 പേരും അടുത്തടുത്ത ദിവസങ്ങളിലാണ് മരിച്ചത്. എന്നാൽ തന്നെ 3 പേർക്കും അടുത്തടുത്താണ് ശവക്കല്ലറകൾ ഒരുക്കിയിരിക്കുന്നത്. നിരവധി പൂക്കളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ സ്നേഹവും കണ്ണീരും തന്നെയാണ്. ഈ 3 പെൺപൂക്കളുടെ മരണം കേട്ടറിഞ്ഞ നാൾ മുതൽ തന്നെ, ഇവർ അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം മുതൽ തന്നെ നാട്ടുകാരെല്ലാവരും പ്രാർത്ഥനയിലാണ്. എറിനെങ്കിലും അവസാനം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ നാട്ടുകാർക്ക്. ക്യാമറമാൻ അലനൊപ്പം റോജി, 11 ഷെക്കൈന ന്യൂസ്, തൃശ്ശൂർ.